ചേട്ടൻ ഇവിടെ ഇരിക്കുക. ആ, ഞാൻ കാപ്പി എടുക്കട്ടെ? വേണ്ട രാജി. എന്ത് പറ്റി? എന്താ മുഖം വല്ലായിരിക്കുന്നത്? ഒന്നുമില്ല, ഒരു ചെറിയ തലവേദന. എന്നിട്ട് മരുന്നൊന്നും കഴിച്ചില്ലേ? ഇല്ല. ഇവിടെ പിൽസ് വല്ലതും ഇരിപ്പുണ്ടോ? ഒന്നും കാണില്ല. ഞാൻ മരുന്ന് വല്ലതും വാങ്ങിപ്പിക്കാം. കുഞ്ഞിനേട്ടാ, ഒന്ന് മെഡിക്കൽ സ്റ്റോർ വരെ പോണം. വരൂ, അകത്ത് ഒന്ന് റിലാക്സ് ചെയ്താൽ മാറും. ഞാനാണ് കീപ് ലെഫ്റ്റ് രഞ്ജൻ. കൺഗ്രാറ്റുലേഷൻസ് മിസ്റ്റർ ഉണ്ണി. താങ്ക് യു. യു ആർ സെലക്ടഡ്. ഏറ്റവും കൂടുതൽ മാർക്ക് മിസ്റ്റർ ഉണ്ണിക്കാണ്. രാജന് സെക്കൻഡ് റാങ്ക് ആയിപ്പോയി. മിസ്റ്റർ ഉണ്ണി, ബാംഗ്ലൂരിൽ ഇനി 2 ടെസ്റ്റ് കൂടി ഉണ്ട്. ഓക്കെ. ഞാൻ പേഷ്യൻസ് ഉണ്ടോ? ഓക്കെ, ഗോ ഹെഡ്. ഓക്കെ. എന്താ മിസ്റ്റർ ഉണ്ണി? സാർ, എനിക്കൊരു പേഴ്സണൽ റിക്വസ്റ്റ് ഉണ്ട്. പ്ലീസ് സിറ്റ് ഡൗൺ. അതായത്, ഞാനും ഡോക്ടർ രാജനുമായുള്ള അടുപ്പം സാറിനറിയാലോ? അറിയാം. കുഞ്ഞുനാൾ മുതൽ ഞങ്ങൾ ഒന്നിച്ചായിരുന്നു, ഒരു സഹോദരനേക്കാൾ കൂടുതൽ അടുപ്പത്തിൽ. രാജന്റെ ജീവിതാഭിലാഷമാണ് ഇങ്ങനെയൊരു ഡിഗ്രി. സെക്കൻഡ് റാങ്ക് രാജനല്ലേ? രാജനും രവീന്ദ്രനും ഈക്വൽ മാർക്സ് തന്നെയാണ്. പക്ഷേ രവീന്ദ്രനെ അയക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അയാളുടെ പിന്നിൽ ധാരാളം ബ്ലാക്ക് മാർക്സ് ഉണ്ട്. പിന്നെ രാജന് പോകണമെങ്കിൽ ഉണ്ണി വിഡ്രോ ചെയ്താലേ നടക്കൂ. ചെയ്യാം സാർ, ഞാൻ വിഡ്രോ ചെയ്യാം. അങ്ങനെ സഹായം ചെയ്താൽ അതൊരു വലിയ ഉപകാരമായിരിക്കും. ഓക്കെ. താങ്ക് യു സാർ. രാജനെ കണ്ടാൽ ഒന്ന് വരാൻ പറയൂ. ശരി സാർ. സാർ, ഒരു ഉപകാരം കൂടി ചെയ്യണം. എന്താണ്? ഞാൻ വിഡ്രോ ചെയ്തുകൊണ്ടാണ് രായൻ സെലക്ഷൻ കിട്ടിയതെന്ന് അവൻ അറിയരുത്. അറിഞ്ഞാൽ അവൻ സമ്മതിക്കില്ല. ഓ, അങ്ങനെയുണ്ടോ? ഒരു കാര്യം ചെയ്യും, ഉണ്ണി ഒന്ന് എഴുതി തന്നേക്ക്. ശരി സാർ, ഞാൻ എഴുതരാം. വരട്ടെ. ശരി. വന്നല്ലോ താലപ്പൊലി. ഇതേ ഉള്ളൂ. ഇപ്പൊ എന്താ ചേച്ചി? എന്റെ ചേട്ടന് റാങ്ക് കിട്ടാൻ ഞാൻ അർച്ചന നടത്തിയപ്പോ എന്നെ കളിയാക്കില്ലേ? ഇരിക്കുന്നു, ആ പാർട്ടിയും കൂടെ എഴുതിയതാ. ഇതിന് കിട്ടില്ലാന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു. ഒന്ന് കൂടി ഇവിടുന്ന്. ഇവന്റെ ചെറുപ്പം മുതലേ ഉള്ള ആഗ്രഹമല്ല എന്ന് കരുതി ഞാൻ പ്ലാന് മാറിക്കൊടുത്തതല്ലേ? ആ പിന്നെ, അത് നോണ. കിട്ടിയില്ലെങ്കിൽ മുന്തിരി പുളിക്കും. അതിനെന്താ, ഇനി ബാംഗ്ലൂരിൽ 2 ടെസ്റ്റ് ഉണ്ടല്ലോ, അത് കിട്ടുമോ നോക്കാമല്ലോ. അതേട്ടാ, ബാംഗ്ലൂരിലെ ടെസ്റ്റ് ഡിഫിക്കൽട്ട് ആണോ? അവൻ ചുമ്മാ അടിക്കല്ലേ, അതിൽ ഐ ടെസ്റ്റ് ആണ്. മെയിനൊക്കെ എന്നേ കഴിഞ്ഞു. എന്റെ പേരിൽ രാജൻ നടത്തിയ കംപ്ലൈന്റാ എന്റെ MCA സെലക്ഷൻ നഷ്ടപ്പെടുത്തിയത്. ഈ സമയം നോക്കി മനഃപൂർവ്വം അവൻ എന്നെ ചതിച്ചതാ. എനിക്കിതൊന്നും മനസ്സിലായിട്ടില്ലെന്നാണ് അവൻ കരുതിയിരിക്കുന്നത്. എന്തെങ്കിലും ഒരു സന്ദർഭം ഉണ്ടാക്കി ഞാൻ അവനോട് പ്രതികാരം ചോദിക്കും. നീ നോക്കിക്കോ. ഫ്ലൈറ്റിന്റെ സമയമായല്ലോ ഉണ്ണേട്ടാ. ചേട്ടനെ കണ്ടില്ല. വന്നല്ലോ പാർട്ടി. എന്താ താമസിച്ചത്? ആ ലെവൽ ക്രോസ് തുറക്കാൻ താമസിച്ചു. അയ്യോ, സമയമായില്ല ചേട്ടാ. ടിക്കറ്റ് ഒക്കെ അല്ലേ? അല്ല, വെയിറ്റിംഗ് ആണ്. ശരിയാക്കാം. അതാരുടെ വണ്ടി? അത് നമ്മുടെ നെയ്ബർ തോമസാ. പുള്ളിക്കാരൻ എയർപോർട്ടിലേക്ക്. നമ്മുടെ വണ്ടി വീട്ടിൽ കിടപ്പണം. താക്കോലിന്ന്.
എന്തിന്? അല്ല, നിനക്ക് എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ ഉപയോഗിക്കാലോ. നീ ഇല്ലല്ലോ, വിനെന്താ അത്യാവശ്യം? ആ, അത് സാരമല്ല, എന്തെങ്കിലും ആവശ്യം വന്നാലോ. ഇരിക്കട്ടെ, അച്ഛനോട് അച്ഛാ, അച്ഛൻ ഞാൻ പോയിട്ട് വരട്ടെ. വിഷ് യു ഹാപ്പി ജേർണി ആൻഡ് ഗുഡ് ലക്ക്. താങ്ക് യു. അച്ഛൻ വിളി. ഹലോ, ഉണ്ണേട്ട ഹോസ്പിറ്റലിൽ പോയില്ലേ? ഞാൻ അവനെ കത്തോണ്ടിരിക്കുകയല്ലായിരുന്നു, വണ്ടി എടുക്കാൻ വേണ്ടി വന്നതാ. ഇത് കഴിയില്ലേ? ഗോപി വന്നില്ല. ആ, കയറ്റുന്നത്. കാപ്പി എടുക്കട്ടെ? അല്ല, പോയിട്ട് ധൃതിയുണ്ട്, കയറ്റം തുറന്നില്ല. വൈകുന്നേരം കാണാം. ഡോക്ടർ, ഉണ്ണിക്ക് ആക്സിഡന്റ് പറ്റി. ജോസഫ് ശക്തി എടുത്തോ. വഴി നിന്ന് മാറിയിരിക്കണം. പ്ലീസ്, എല്ലാവരും മാറിത്തരൂ. പ്ലീസ്, പ്ലീസ്. ഡോക്ടർ, എന്റെ മോനെ ഒന്ന് കാണണം. വാട്ട് ഈസ് ഹിസ് പൊസിഷൻ? വണ്ടിയുടെ ബ്രേക്ക് പൊട്ടിയതുകൊണ്ട് വലിയ ആക്സിഡന്റ് ആണ് മിസ്റ്റർ ഉണ്ണിത്താൻ ഉണ്ടായത്. യു മസ്റ്റ് കൺട്രോൾ യുവർ സെൽഫ്. ഹീസ് ഇൻ എ ക്രിട്ടിക്കൽ സ്റ്റേജ്. ഹെഡ് ഇഞ്ചുറി. എനിക്ക് ഒരേ ഒരു മകനേ ഉള്ളൂ. പ്ലീസ് സേവ് മൈ സൺ. ഞാൻ നിങ്ങളെ കാല് പിടിക്കും. പ്ലീസ്, പ്ലീസ് ഡോക്ടർ. വീടിന്റെ അടുത്ത മുറിയിലുണ്ട്. എനിക്ക് ഉണ്ണേട്ട് കാണണം. എനിക്ക് ഉണ്ണേട്ട് കാണണം. എനിക്ക് എന്റെ ഉണ്ണേട്ട് കാണണം. എനിക്ക് എന്റെ ഉണ്ണേട്ട് കണ്ടാ മതി. രാജി, രാജി, രാജി വെക്കരുത്. ഡോക്ടർ, രാജി,
മോൻ പോയി കിടന്നു. അച്ഛൻ ഉറങ്ങില്ലേ? അതായത് കഴിച്ചു കിടന്നു. ഇവിടെ വച്ചേക്കൂ. ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ രാജ് 2 ആഴ്ച വീട്ടിൽ വന്ന് നിൽക്കുന്നതല്ലേ നല്ലത്. ഒന്ന് നോർമലായിട്ട് ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരാം. ഞാനും അത് ആലോചിക്കുകയായിരുന്നു. അവിടെയാവുമ്പോ നിമ്മയും കൂടെ ഉണ്ടാവും. നാളെ രാവിലെ തന്നെ കൂട്ടിക്കൊണ്ടുപോയിക്കൊള്ളൂ.